പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. പ്രിയ ദൈവമക്കളെ, നോക്കൂ, അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. നോക്കൂ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാനാണ് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത്. നോക്കൂ, അല്ലാതെ നമ്മെ പാപത്തിലേക്ക് നയിക്കുവാനല്ല. ദൈവം തൻ്റെ ജനത്തെ പരീക്ഷിക്കുന്നവനല്ല. അഥവാ പരീക്ഷിച്ചെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് നമുക്കറിയാം, പലതരത്തിലുള്ള പരീക്ഷകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു കുഞ്ഞ് ഹല്ലേലൂയ വിജയിക്കണമെങ്കിൽ പലവിധമായ പരീക്ഷകൾ എഴുതിയെങ്കിൽ മാത്രമേ അതിൽ ജയം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മയും വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് നോക്കുവാൻ ചില പരീക്ഷകൾ കർത്താവ് ജീവിതത്തിൽ തരും. ഹല്ലേലൂയ. അതിനെ ജയിക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഓരോ ജയവും അപ്പൻ നൽകി തരും. ദൈവത്താൽ നമുക്ക് എന്തെങ്കിലും പരീക്ഷ നേരിട്ടാൽ നാം അതിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നോക്കൂ, കാരണം നമ്മുടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, പിശാച് പരീക്ഷിക്കുന്നത് എന്തെങ്കിലും കാണിച്ച് അതിൽ നാം വീഴുമെന്നുള്ളത് കൊണ്ടാണ്. അതായത് പിശാച് പ്രലോഭനങ്ങൾ ഓരോന്നും കാണിച്ച് നമുക്കില്ലാത്തത് ഹല്ലേലൂയ ഇന്നതാകുമെന്നൊക്കെ പറഞ്ഞ് കാണിച്ച നമ്മെ പരീക്ഷിക്കുന്നത്. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത് നമുക്ക് ഹല്ലേലൂയ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലെല്ലാം കാണപ്പെടുന്നു. ലൂക്കോസ് സുവിശേഷത്തിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നോക്കൂ, പിശാച് 40 ദിവസം യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഇത് സാത്താൻ്റെ ഒരു പ്രലോഭനമാണ്. ഓരോന്ന് കാണിച്ച് നീ ഇന്നത് ആകുമെന്ന് പറയുക. സാത്താൻ പരീക്ഷിക്കപ്പെട്ടത് ദൈവഹിതത്തിൻ്റെ സമ്പൂർണമായ അനുസരണത്തിൽ നിന്നും യേശുവിനെ വശീകരിക്കുവാനുള്ള ആ സാത്താൻ്റെ ശ്രമം നമ്മെ ഇതുപോലെ ചിലതിൽ നിന്ന് നമ്മെ വശീകരിച്ച് ഹല്ലേലൂയ കാണിച്ച് നമ്മെ അതിലേക്ക് കൊണ്ടുപോകും. അതായത് സാത്താൻ്റെ പ്രവർത്തനത്തിലേക്ക് നമ്മെ ആക്കും. യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തും. ഹല്ലേലൂയ. ഇന്ന് പല ദൈവമക്കളായാലും പലരും ഹല്ലേലൂയ മറ്റുള്ള പ്രലോഭനങ്ങളിലേക്ക് ചാടി വീഴുന്നു. യേശു ക്രിസ്തുവിനെ മറന്ന് ഹല്ലേലൂയ ആ വിശ്വാസ മാർഗത്തിൽ നിന്ന് മറന്ന് മറ്റുള്ള രീതിയിലേക്ക് എങ്ങനെ സമ്പന്നനാകാം, എങ്ങനെ ഹല്ലേലൂയ മുൻപന്തിയിൽ നിൽക്കാം, എങ്ങനെ വലിയവനാകാം എന്നുള്ള ആ ആഗ്രഹത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ പല പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് ഹല്ലേലൂയ പിന്നീട് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി മനം തിരിഞ്ഞു വരുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയ മക്കളെ, നമ്മെ ഇതുപോലെ സാത്താൻ വശീകരിച്ച് തൻ്റെ അധീനതയിലാക്കുവാൻ നോക്കുമ്പോൾ, അതായത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ആ മുഖ്യമായിട്ടുള്ളത് കാണിച്ച് അതിൽ നാം വീഴുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഒരു കാര്യം നാം നോക്കണം, ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും നമുക്ക് ലഭിക്കുവാണെങ്കിൽ അത് നമുക്കുള്ളതല്ല എന്ന് ചിന്തിച്ച് അത് നാം മാറ്റിക്കളയണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നാം ചതിക്കുഴി തന്നെയാണ് വീഴുന്നത്. പ്രിയ മക്കളെ, അപ്പന് ഹിതമില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ ഹല്ലേലൂയ, അതായത് ദൈവഹിതമില്ലാത്ത വഴികൾ നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പലവിധമായ പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഒരു ദൈവഭക്തനെ പരിശുദ്ധാത്മാവിനെയും ദൈവവചനത്തിനെയും കൂടാതെ ജീവിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നോക്കൂ, നമുക്ക് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോടെ എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിനെ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ
അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും ഒരു ആത്മീയ പോരാട്ടത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പിശാചിന്റെ യഥാർത്ഥ ശക്തികളോട് നാം പോരാടണം. നമുക്കത് ഹല്ലേലൂയ അദൃശ്യമായിട്ടൊക്കെ തോന്നാം, എങ്കിൽ ഇന്ന് മനസ്സിലാക്കി ഹല്ലേലൂയ, അതായത് പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയുന്നവരായിരിക്കണം. ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ, നോക്കൂ, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ ഹല്ലേലൂയ നമ്മെ പരീക്ഷിക്കുന്ന അപ്പൻ അല്ല. ഹല്ലേലൂയ. നമുക്ക് ദോഷത്തിന് വേണ്ടി ഒന്നും അപ്പൻ ചെയ്യുകയില്ല. ഹല്ലേലൂയ. എല്ലാ പരീക്ഷകളെയും ജയിക്കാന് ഹല്ലേലൂയ പാപങ്ങളെ എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. അതിന് വേണ്ടുന്ന കൃപ നമുക്ക് ലഭിക്കുവാൻ നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമുക്ക് കഴിയുന്നതിനും മീതെ ഹല്ലേലൂയ സഹിക്കാവുന്നതിനപ്പുറം ഹല്ലേലൂയ പരീക്ഷ നേരിടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നമുക്കൊരു പരീക്ഷകൾ കടന്നു വരുമ്പോൾ അത് വിജയം കൈവരിക്കുവാൻ ദൈവം അതിലൂടെ ഓരോ പോംവഴികൾ തന്ന് നമ്മെ രക്ഷിക്കും. ഹല്ലേലൂയ. പരീക്ഷ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, അതിൽ നിന്നൊക്കെ ജയിക്കണമെങ്കിൽ, വിശ്വാസികളായി നമുക്ക് പരീക്ഷ ജയിക്കണമെങ്കിൽ പ്രാർത്ഥനയാകുന്ന ഹല്ലേലൂയ ആ പരീക്ഷയിൽ ജയിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നിലനിന്നെങ്കിൽ മാത്രമേ പല പരീക്ഷകളിലൂടെ ജയം കണ്ടെത്തുവാൻ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മെ ദൈവം പരീക്ഷിക്കുന്നത് സ്ഥിരതയുള്ളതാക്കുവാൻ, പൂർണ്ണതയും അതായത് ദൈവവചനത്തിൽ പക്വത പ്രാപിക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നോക്കൂ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പരീക്ഷ സഹിക്കുമ്പോൾ സന്തോഷത്തോടെ നാം സഹിക്കാൻ നമുക്ക് ദൈവം കൃപ തരും. പ്രിയ മക്കളെ, കർത്താവ് സ്നേഹിക്കുന്നവരെയാ പരീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, യോസേപ്പിനെ നാം ചിന്തിച്ചു നോക്കിയാല് എത്രമാത്രം പരീക്ഷകളിൽ കൂടി കടന്നുപോയി. ഹല്ലേലൂയ. പ്രതീക്ഷയുണ്ടെങ്കിൽ പരീക്ഷ ഹല്ലേലൂയ, അതായത് നമ്മൾ അപ്പനുമായിട്ട് ഹല്ലേലൂയ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള പരീക്ഷ കടന്നു വന്നാലും നമുക്കത് സഹിക്കുവാൻ കഴിയും. എൻ്റെ അപ്പനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരില്ല എന്ന് നമുക്ക് ഉറച്ചു പറയുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പല പരീക്ഷകളും പല ശോധനകളിലൂടെ കടത്തിവിടുന്നതായിരിക്കും, ദുഃഖത്തിന് കാരണമായി തീരുന്നതായിരിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണം. പരീക്ഷയെ ജയിക്കുവാൻ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയാകുന്ന ഹല്ലേലൂയ ആ പരീക്ഷയിൽ ജയിക്കുവാൻ നമുക്ക് കഴിയണം. പലർക്കും പ്രാർത്ഥന ഇന്ന് ഹല്ലേലൂയ ജീവിതത്തിൽ കുറവായിട്ട് കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല. പ്രിയ മക്കളെ, ഹല്ലേലൂയ അങ്ങ് അപ്പന്റെ പാദപീഠത്തിൽ ഇരുന്ന് ഹല്ലേലൂയ പ്രാർത്ഥനയാകുന്ന ആ പരീക്ഷയിൽ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്കിവിടെ പറയുന്നുണ്ട്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ഹല്ലേലൂയ. എൻ്റെ അപ്പന എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പനറിയാതെ ജീവിതത്തിൽ ഒന്നും വരില്ല. പ്രിയ മക്കളെ, ദിവസങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മ അപ്പനെ കൂടാതെ നമ്മൾ എന്ത് സ്നേഹിക്കുന്നുവോ, അപ്പന് മുൻതൂക്കം കൊടുത്തില്ലെങ്കിൽ അപ്പൻ ചില പരീക്ഷകൾ ജീവിതത്തിൽ കൊണ്ടുവരും. അത് ഏതെല്ലാം രീതിയിലായിരിക്കും. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മെ ശോധനയിലൂടെ കടത്തിവിടും. ഹല്ലേലൂയ. നമ്മൾ പരാജയപ്പെടരുത്. അതിനേക്ക് ജയിപ്പാനുള്ള കൃപ നമ്മൾ പ്രാപിച്ചെടുക്കണം. അതിന് പ്രാർത്ഥനയാകുന്ന ആ പരീക്ഷ ജയിച്ചെങ്കിൽ മാത്രമേ അതിലൂടെ ഒക്കെ കടന്നു പോകുവാൻ നമുക്ക് കഴിയുള്ളൂ. ഹല്ലേലൂയ. ക്ഷമയോട് കാത്തിരുന്ന് ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ ദൈവിക ശക്തി ലഭിച്ച് ഈ ദിനങ്ങളിൽ നമുക്കായിത്തീരണം. ഹല്ലേലൂയ. ദിനംതോറും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. കർത്താവേ, എന്നെ ഈ ഹല്ലേലൂയ പ്രാർത്ഥനയാകുന്ന പരീക്ഷയിലൂടെ ജയം കണ്ടെത്തുവാൻ സാധിക്കണമേ, എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ആ ജീവകിരീടം പ്രാപിപ്പാൻ നമുക്കിടയായി തീരണം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. അപ്പാ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ചില പരീക്ഷകളിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ,
അങ്ങ് ഹല്ലേലൂയ പരീക്ഷ ജയിപ്പിക്കുവാൻ കർത്താവ് ഓരോരുത്തർക്കും കൃപ കൊടുക്കണമേ. പ്രാർത്ഥനയാകുന്ന പരീക്ഷയിൽ ഉറ്റിരിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവേ. അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.